നമ്മളെല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യത്തിലും, ബന്ധങ്ങളിലും, കരിയറിലും, സമ്പത്തിലും, സന്തോഷത്തിലും, വിജയത്തിലുമെല്ലാം. ഈ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പലപ്പോഴും ഡിപ്രഷനും, നിരാശയും, അനാവശ്യമായ ദേഷ്യവും, കുറ്റബോധവും, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം നേരിടേണ്ടി വരുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള ഒരുപാട് പേർ ഇതേ അവസ്ഥ നേരിടുന്നത് കൊണ്ട് ഇത് സാധാരണമാണെന്നാണ് നമ്മൾ സാധാരണ കരുതുന്നത്. പക്ഷേ ഇതുമൂലം മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. ശരിയല്ലേ? ഇതിൽ നിന്നെല്ലാം ഒന്ന് പുറത്തു കടന്ന് സന്തോഷകരമായ, സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്കും പോകണമെന്ന് ആഗ്രഹമില്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ എന്നറിയില്ല. ഇന്നിവിടെ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുന്ന ആർക്കും അവരുടെ ജീവിതത്തെ തിരിച്ച് വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കും. വിജയിച്ചിട്ടുള്ള നിരവധി പേർ അറിഞ്ഞും അറിയാതെയും ഇതെല്ലാം ഫോളോ ചെയ്തു വരുന്നവരാണ്. അവരെയെല്ലാം വിജയിപ്പിച്ച ആ റൂൾസ് നമുക്കും ഫോളോ ചെയ്താലോ? ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പലരും നിസാരവൽക്കരിക്കുന്നത് കൊണ്ടാണ് പലർക്കും വിജയിക്കാൻ കഴിയാത്തത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതം എന്താണെന്ന് വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. അത് ആരോഗ്യത്തിലും, ബന്ധങ്ങളിലും, കരിയറിലും, സമ്പത്തിലും, സന്തോഷത്തിലും, വിജയത്തിലും എല്ലാം. നിങ്ങൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം 4-5 ദീർഘശ്വാസം എടുത്തു വിട്ടതിന് ശേഷം നിങ്ങൾ ആലോചിച്ചെഴുതുക നിങ്ങളുടെ ഓരോ മേഖലകളിലും എങ്ങനെയുള്ള ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. നിങ്ങൾ ഇതിനുവേണ്ടി ചിലവിടുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ കയറി കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ഇതും വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇന്നർ മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്നത് ഇമേജുകളും ഇമോഷനുകളുമാണ്. അതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇന്നർ മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ ഒരു മൂവിയായി സൃഷ്ടിക്കുക. ആ മൂവിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിലും, ബന്ധങ്ങളിലും, കരിയറിലും, സമ്പത്തിലും, സന്തോഷത്തിലും, വിജയത്തിലുമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഒരു സിനിമ കാണുന്ന പോലെ അത് കാണുക. നിങ്ങളുടെ ജീവിതം ആഗ്രഹിക്കുന്ന പോലെ ആയാൽ എങ്ങനെയായിരിക്കും അതുപോലെ ആ നിങ്ങളുടെ മൂവി നിങ്ങൾ കാണുക. ഇതിന് നിങ്ങൾ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ടൂളാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതമാവുന്ന മൂവി കാണാൻ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ അത് സഹായകമാവും. ആ മൂവി വ്യക്തമായാൽ ദിവസവും എഴുന്നേറ്റ ഉടനെയും ഉറങ്ങുന്നതിന് മുമ്പും ആ മൂവി കണ്ട് ഉറങ്ങുക, എഴുന്നേൽക്കുക. ഒഴിവു സമയങ്ങളിലൊക്കെ ആ മൂവി കാണുകയാണെങ്കിൽ ആ മൂവി നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാൻ എളുപ്പമായിരിക്കും. മുടക്കമില്ലാതെ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പും വിജയകരമായി പൂർത്തിയാക്കിയെന്ന് തന്നെ പറയാം. മൂന്നാമത്തെ സ്റ്റെപ്പ് വിശ്വാസത്തിൻ്റെതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതമാണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നതെന്ന് വിചാരിച്ച് അഭിനയിക്കുക. നമ്മൾ കുട്ടികൾ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അവർ ഡോക്ടറായും പോലീസായെല്ലാം റിയലായി അഭിനയിക്കുന്നത്. അതുപോലെ ചില സിനിമാ നടന്മാർ പറയാറില്ലേ, അവർ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ആ ക്യാരക്ടറായി ജീവിക്കുകയായിരുന്നെന്ന്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ ക്യാരക്ടർ എങ്ങനെയാണോ അതുപോലെ നിങ്ങളും അഭിനയിക്കുക, ജീവിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, ഞാനിപ്പോൾ ആ ക്യാരക്ടറാണ്, ഫിറ്റ് ബോഡിയുള്ള ഒരാളാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ആ ഫിറ്റ് ബോഡിയുള്ള ആൾ ഈ സമയത്ത് ജങ്ക് ഫുഡ് സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് സ്വീകരിക്കുമോ? നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നിരിക്കട്ടെ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുമോ അതോ ബുക്ക് വായിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുമോ? നമ്മൾ ഏത് ക്യാരക്ടറാണ് ആയിത്തീരേണ്ടത് അതുപോലെ നമ്മൾ അഭിനയിക്കുക. നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ ആയിരിക്കുമല്ലോ. അതുപോലെ ആയിത്തീരാൻ അതായി അഭിനയിച്ച് അതായി ജീവിക്കുക. നിങ്ങളുടെ മൈൻഡിന് തോന്നണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിലെ പോലെ നിങ്ങൾ ഫിറ്റ് ബോഡിയുള്ള ഒരാളാണെന്നോ നിങ്ങൾ ഒരു സക്സസ് ബിസിനസ്സുകാരാണെന്നോ നിങ്ങളുടെ മൈൻഡിന് വിശ്വാസം വരണം. ഇവിടെ വെല്ലുവിളി വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ആൾട്ടോ കാറാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടത് ബെൻസും,
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ആൾട്ടോ കയറിൽ കയറുമ്പോൾ നിങ്ങൾ ബെൻസിൽ കയറുന്നതായി ഇമാജിൻ ചെയ്യുക. ആൾട്ടോയുടെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ അവിടെ മാരുതിയുടെ എംബ്ലം അല്ല നിങ്ങൾ കാണേണ്ടത്, ബെൻസിന്റെ എംബ്ലമാണ് അവിടെ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ റിയലായി അഭിനയിക്കുക. നിങ്ങളുടെ ജീവിതമാറ്റത്തിന് ഇത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ഇതുപയോഗിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയ നിരവധി പേരുണ്ട്. ജിം കാരിയെ പോലുള്ള സിനിമാ നടന്മാർ പോലെ ഒരുപാട് പേർ തന്റെ രോഗത്തിൽ നിന്ന് മുക്തി നേടാനും ഈ ഒരു ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ പോസ് ചെയ്ത് വീണ്ടും കേൾക്കുക. ഇതിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇതാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ മൈൻഡ് അത് സ്വീകരിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. 4ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ആ ആഗ്രഹത്തെ നാം എല്ലാം വിശ്വസിക്കുന്ന ആ ശക്തിയിലേക്ക് അയക്കാൻ കഴിയണം. അവിടെ നിന്നാണ് നമ്മുടെ ആഗ്രഹം നടത്തി തരുന്നതിനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതിനെ നമ്മളെ സഹായിക്കുന്ന നമ്മളും ആ ദൈവീയ ശക്തിയും തമ്മിലുള്ള ഒരു പാലമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് എന്തില്ല എന്നതിൽ നിന്ന്, നമ്മുടെ നിഷേധാത്മക ചിന്തയിൽ നിന്നും ആദ്യ പറച്ചിലുകളിൽ നിന്നും ദൈവീകതയിലേക്ക് ഉയരാൻ തുടങ്ങും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ നമ്മളുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? വിഷമങ്ങളും കുറ്റബോധവും പേടിയും ദേഷ്യവും പരാതികളും എല്ലാം നിറഞ്ഞ് ഒരു കുപ്പത്തൊട്ടിയുടെ അവസ്ഥയിലല്ലേ നമ്മളുടെ മനസ്സിപ്പോൾ ഇരിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂമ്പാറ്റകളാണെന്ന് നമ്മളൊന്ന് വിചാരിച്ചേ. ഏതെങ്കിലും പൂമ്പാറ്റ ഒരു കുപ്പത്തൊട്ടിയിൽ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെ കുപ്പത്തൊട്ടിയിൽ നിന്ന് നമ്മൾ ഒരു പൂന്തോട്ടമായി മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾ ഈ ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മളെ ഓട്ടോമാറ്റിക്കായി ഈ കുപ്പത്തൊട്ടിയിൽ നിന്ന് പൂന്തോട്ടമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റാൻ സഹായിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും എണ്ണുക. നിങ്ങൾ ആരോഗ്യത്തിലും നിങ്ങളുടെ ധനത്തിലും നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്തത്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ പലരും ഇന്ന് സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്ര പേരൊന്ന് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്നു, എത്ര പേര് ഈ ലോകം കാണാൻ ആഗ്രഹിക്കുന്നു, എത്ര പേർ ഈ ലോകത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിതെല്ലാം കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ? ദൈവം തന്ന ഈ ഓരോ നല്ല കാര്യങ്ങൾക്കും ഈ പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ ഉള്ളിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തി തുടങ്ങും. നിങ്ങളുടെ ജീവിതം കുപ്പത്തൊട്ടിയിൽ നിന്ന് ഒരു പൂന്തോട്ടമായും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ, ഞാനത് പരിഹരിച്ചു തരാം. 5ാമത്തെ സ്റ്റെപ്പും വളരെ പ്രധാനമാണ്. ഇത് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് പലരും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നത്. നമ്മൾ പലരും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഫിക്സ് ചെയ്താൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി വേണ്ട ആക്ഷനുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. ഉദാഹരണത്തിന്, നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ട ഒരാളോ സമ്പത്ത് കുറയ്ക്കാൻ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആണെന്നിരിക്കട്ടെ. നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാം ചെയ്തിട്ടും നമ്മൾ അതിനുവേണ്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല എങ്കിൽ ആ ശക്തിക്ക് നമ്മളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് മാറാനായി നമ്മൾ ആക്ഷന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിരന്തരമായി അതിന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൺസിസ്റ്റൻസിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇനി അങ്ങോട്ടുള്ള ഒരു 3 മാസത്തേക്ക് നമ്മൾ പുതിയ ഒരാളായി മാറ്റുക. ഇത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള 95% ആളുകളും എങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്താം എന്നറിയാതെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി പേരെ സക്സസിലേക്ക് കൊണ്ടുപോയ ഒരു ഫോർമുലയാണിത്. ഇത് നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നാളത്തെ വിജയികളായി മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ നിങ്ങളെ ക്ലിയർ ചെയ്യാൻ സഹായിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇതുപോലെ വിജയത്തിലേക്ക് നയിക്കുന്ന ഓരോ വീഡിയോകൾക്കും വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.